അപ്പൊ അതിന് മറുപടി പറയണ്ടേ ശ്രീരാമകൃഷ്ണൻ? ഞങ്ങൾക്ക് എന്താ ജാള്യത? ഞങ്ങൾ ഈ പാലത്തിന് വേണ്ടി MP ഗംഗാധരൻ മുതൽ E.T. മുഹമ്മദ് ബഷീർ വരെയുള്ള ആളുകൾ ശ്രമിച്ചു എന്നത് ഇവർക്ക് ബോധ്യമുള്ളതാണ്. ഇതിന്റെ ബാക്ക് ഫയലുകൾ സെക്രട്ടേറിയറ്റ് പരിശോധിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ? MLA-മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. 26-ാം തീയതി, ഈ വരുന്ന 26-ാം തീയതി തിരുവനന്തപുരത്ത് ഇറിഗേഷന്റെ ഓഫീസിൽ, സെക്രട്ടറി ഫോർ ഇറിഗേഷൻ കേരള, അവരുടെ ഓഫീസിലേക്ക് ഈ 2 MLA-മാരെ ഞാൻ ക്ഷണിക്കുകയാണ് ഇതിന്റെ ബാക്ക് ഫയൽ പരിശോധിക്കാൻ. ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ച പാർട്ടിയാണ്, മുന്നണിയാണ്, ഗവൺമെന്റുകളാണ്. പക്ഷേ ഈ ചോർച്ചക്ക് മറുപടി പറയേണ്ടതിന് പകരം ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിയാത്തതിലെ ജാള്യത മറച്ചു വെക്കാനാണ് ഇത്രയും വരുന്ന ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ശ്രീരാമകൃഷ്ണനും KT ജലീലും ഇപ്പോൾ ഓടി നടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും അധികം മണൽ കട്ടുകൊണ്ടുപോയപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഈ ധാർമ്മിക രോഷം? ഈ കമ്പനി ഇത്രമാത്രം മണലുകൾ ഇവിടുന്ന് കെട്ടിക്കൊണ്ടുപോകുന്നതിന് ഒത്താശ ചെയ്ത് കൊടുത്തതാരാ? നമ്മളൊക്കെ കരുതിയതെന്താ? നമ്മുടെ കാലഘട്ടങ്ങളിൽ വന്നില്ല ഈ ബ്രിഡ്ജ്. നമ്മുടെ പ്രവർത്തകന്മാർ പറഞ്ഞതെന്താ? അതൊന്നും പറയണ്ട, പാലം അങ്ങ് വരട്ടെ, ആ പാലം എങ്ങനെയും വരട്ടെ, ജനങ്ങൾ നമുക്കെതിരാവും. പക്ഷേ ജനങ്ങളുടെ ഒരു അഭിലാഷത്തെ നിങ്ങൾ ബോധപൂർവം അഴിമതിക്ക് വേണ്ടി ചൂഷണം ചെയ്തു എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനെ നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കണോ? നിങ്ങൾ ഇതിന്റെ വസ്തുതകൾ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ നിങ്ങളെ കൊണ്ട് മൂക്ക് കൊണ്ട് ചാപരപ്പിക്കും, ജലീലിനെയും ശ്രീരാമകൃഷ്ണനെയും, യാതൊരു സംശയവും വേണ്ട. ഞാൻ പറയുന്നു, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ ഇന്നും ഇന്നലെയുമായി വെട്ടിനിരത്തുകയാണ്. നിങ്ങളുടെ പേരിലുള്ള ഈ അഴിമതി അദ്ദേഹത്തെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് അർപ്പിക്കാൻ ഞാൻ എന്റെ പരിശ്രമം നടത്തുമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്കടുത്ത ദിവസം ഈ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിക്കണം. ഇറിഗേഷൻ ഓഫീസ് ഉപരോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഉപരോധിക്കേണ്ടി വന്നത് എന്ന് അവിടുത്തെ ഓഫീസർമാർ പോലും ഡിപ്പാർട്ട്മെന്റിനോട് പറയേണ്ടി വരും. ഐക്യമുന്നണി ഭരിക്കുമ്പോഴാണ് നമുക്ക് സമരം ചെയ്യേണ്ടത്. ഐക്യമുന്നണി ഭരിക്കുമ്പോൾ ഈ അഴിമതിയെ പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്കുണ്ട്. അതുകൊണ്ട് 150 കോടിയോളം വരുന്ന രൂപ മണലായും ഇവിടുത്തെ ഫ്രീ ക്വാളിഫിക്കേഷനായും അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സിക്യൂഷനായും നിങ്ങൾ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ടെൻഡറുകൾ, അതിലൊക്കെ തന്നെ വലിയ വലിയ അഴിമതിയുണ്ട് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിനെ നിങ്ങൾ നിസ്സാരവൽക്കരിച്ചാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നാണ് അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. എല്ലാവിധ അഭിവാദ്യങ്ങളും. ജയ് മുസ്ലിം ലീഗ്.